ഈജിപ്ത് വേഴ്സസ് അർജന്റീന മത്സരത്തിലെ 67-ാം മിനിറ്റിൽ അർജന്റീന 2 ഗോളിന് പിറകിൽ നിൽക്കുകയാണ്. ഈജിപ്ത് പ്രതിരോധത്തിലേക്ക് വലിയുന്നു. അർജന്റീനയ്ക്കിനി തിരിച്ചുവരവ് ഏതാണ്ട് അസാധ്യമെന്ന തോന്നലുകളും വിലയിരുത്തലുകളും പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു. അർജന്റീന ആരാധകർ കടുത്ത നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ 79-ാം മിനിറ്റിൽ ബോക്സിലേക്ക് ലയണൽ മെസ്സിയുടെ ഒരു കർവ് വരുന്നു. അത് സ്വീകരിച്ച് ക്രിസ്ത്യൻ റൊമേറോയുടെ തകർപ്പൻ ഹെഡർ. പന്ത് വലയിലാണ്. അർജന്റീന കടിയിലേക്ക് തിരിച്ചെത്തുന്നു. കൃത്യം 4 മിനിറ്റിന് ശേഷം ബോക്സിനുള്ളിൽ ആശയക്കുഴപ്പത്തിനിടെ അൽവാരസ് പന്ത് മെസ്സിയുടെ പാതയിലേക്ക് തട്ടിയിടുന്നു. കാലങ്ങളായി നമ്മളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഇടത് കാല്. മനോഹരമായ ബുള്ളറ്റ് ഷോട്ട് ഗോൾ കീപ്പർ നിസ്സഹനാക്കി വലയിലേക്ക്. അർജന്റീന ഒപ്പത്തിനൊപ്പം. കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചിരിക്കെ ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ ലൗത്തറോ മാർട്ടിനസിന്റെ പിൻ പോയിന്റ് ക്രോസ് വരുന്നു. ഉയർന്നു ചാടുന്ന എൻസോ ഫെർണാണ്ടസ് പോസ്റ്റിന്റെ വലത്തെ മൂലയ്ക്കത് മനോഹരമായി ഹെഡ് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോൾ അർജന്റീനയുടെ തിരിച്ചുവരവ് പൂർണ്ണമാവുകയാണ്. ഹൃദയങ്ങൾ നിലച്ചു പോകുന്ന രീതിയിലുള്ള കടുത്ത സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു സ്വപ്നതുല്യമായ തിരിച്ചുവരവാണിത്. പ്രിയപ്പെട്ട ലയണൽ മെസ്സി, നിങ്ങളെ എടുത്തു പറയണം. ഒരു പെനാൽറ്റി മിസ്സാക്കിയപ്പോൾ നിങ്ങളുടെ പരാജയത്തിന് വേണ്ടി പലരും കാത്തിരുന്നു, പലരും വിമർശിച്ചിരുന്നു. ഇന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് നിങ്ങൾ കൊടുത്തത്. ഒരു നിമിഷം ആരാധകരുടെ മനസ്സിലൂടെ കടന്നുപോയ ഭയം ലയണൽ മെസ്സി തലകുനിച്ച് മടങ്ങേണ്ടി വരുമോ എന്നായിരുന്നു. പക്ഷേ ആ പോരാളികൾ അതനുവദിച്ചില്ല. കളിയവർ തിരിച്ചെടുത്തത് ആധികാരികമായിരുന്നു. അവരുടെ നായകൻ തോൽക്കുന്നത് അവർ നോക്കി നിൽക്കില്ല. ഇത് ഞെട്ടിക്കുന്ന പ്രകടനമാണ്. ഈ കളിയോടെ 2026 ലോകകപ്പിലെ 8 ഗോളുകളാണ് ലയണൽ മെസ്സി സ്കോർ ചെയ്തത്. ലോകകപ്പിലെ തുടർച്ചയായ 9 മത്സരങ്ങളിൽ ഗോൾ നേടിയ ഏക താരം. വേൾഡ് കപ്പിലെ ആകെ ഗോൾ 29 ആയിരിക്കുന്നു. പ്രിയപ്പെട്ട ലയണൽ മെസ്സി, നിങ്ങളെ വർണ്ണിക്കാൻ ഇതിലും മികച്ച വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. മെസ്സിയുടെ ജീവിതവും കളിയും എല്ലാ കാലത്തും ഇങ്ങനെയാണ്. ഒരു നിമിഷം വിമർശകർക്ക് വിമർശിക്കാനുള്ള ഒരു പഴുതു കൊടുക്കും. പിന്നീട് അയാൾ മധുരമായി തിരിച്ചു വരും. കാറ്റാലൻ നാടുകളിലോ ലാറ്റിൻ അമേരിക്കൻ നാടുകളിലോ മാന്ത്രിക കഥകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പച്ചമാമയുടെയും ഇന്ത്യയുടെയും മിത്തുകളല്ലാതെ കൾച്ചറലായി അവരുടെ സാഹിത്യത്തിന് മാനങ്ങൾ നൽകുന്ന കഥകളുണ്ടായത് 18-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. കവിതകളായിരുന്നു അവരുടെ സാഹിത്യത്തിന്റെ ജീവൻ. വീരകഥകൾക്കും മുത്തശ്ശി കഥകൾക്കും പഞ്ഞമുള്ള നാട്ടിൽ ഇനി വരുന്ന തലമുറക്ക് അന്നാട്ടുകാർക്ക് പറഞ്ഞുകൊടുക്കാൻ ഒരു ഉഗ്രൻ കഥയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? യുദ്ധത്തിൽ തോറ്റുകരഞ്ഞു കലങ്ങിയ കണ്ണുമായി മടങ്ങിയ സ്കോട്ട് രാജാവ് റോബർട്ട് ബ്രൂസ് ഒരു ചിലന്തിയെ കണ്ടു. അതൊരു വല നെയ്യാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. വീണ്ടും 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 വല നെയ്ത് പരാജയപ്പെടുന്നു. എന്നാൽ തളരാതെ വീണ്ടും വല നെയ്ത് വിജയിക്കുന്നു. ഇത് കണ്ട് ഉത്തേജിതനായി അദ്ദേഹം തിരിച്ച് ഭൂമിയിലെത്തി മഹാബാലവന്മാരായ ഇംഗ്ലീഷ് രാജാക്കന്മാരെ തച്ചു തകർത്ത് രാജ്യത്വം പ്രഖ്യാപിക്കുന്നു. ഏതാണ്ട് ഈ കഥയോട് സാമ്യം ചെല്ലാവുന്ന എന്നാൽ അതിലും ത്രില്ലിംഗ് ആയ കഥ. ഇത് കഥ മാത്രമല്ല, ഒരു ജീവിതമാണ്, യാഥാർത്ഥ്യമാണ്. ബ്ലോഗ്രാന ജേഴ്സിയിൽ 14 ലോകവും കാൽക്കിയിലൊതുക്കിയിട്ടും പ്രബലരെല്ലാം വമ്പന്മാരെയെല്ലാം മുട്ടുകുത്തിച്ചിട്ടും തൻ്റെ സ്വന്തം രാജ്യത്ത് തല താഴ്ത്തി നിൽക്കേണ്ടി വന്ന ഒരു രാജാവിൻ്റെ കഥ. താൻ ഏറ്റവും മുന്നിൽ നിന്ന് പട നയിച്ച ലോക കിരീടവും രാജ്യത്തിനു വേണ്ടി കളിച്ച മറ്റ് 3 ഫൈനലും തോറ്റ് ഹതഭാഗ്യനായി സകല പഴികളും ഏറ്റ് യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന ഒരു രാജാവിൻ്റെ കഥ. അവിടെ നിന്നും തന്നിൽ വിശ്വാസം നഷ്ടപ്പെടാത്ത 1000 പേരുടെ അഭ്യർത്ഥനയാൽ തിരികെ വന്ന് തനിക്കും രാജ്യത്തിനു വേണ്ടി ഉയർക്കൊടുക്കാൻ തയ്യാറായ ഒരു പോരാളിയുടെ കഥ. തൻ്റെ പുതിയ പടയുമായി വർദ്ധിത വീര്യത്തോടെ യുദ്ധം ചെയ്ത ഒരു വീരന്റെ കഥ. ഭൂഖണ്ഡങ്ങളും വിശ്വവും വെട്ടിപ്പിടിച്ച് തൻ്റെ നാടിൻ്റെ നെടുംതൂണും അനിഷേധ നായകനുമായി മാറിയ കാൽപന്തിൻ്റെ ചക്രവർത്തിയുടെ കഥ. പോരാട്ടത്തിൻ്റെ ബാല്യകൗമാരങ്ങൾ കടന്ന് യൗവനത്തിൻ്റെ അസ്തമയമെന്ന് തോന്നുമ്പോൾ ഇനിയും ഒരുപാട് യുദ്ധങ്ങൾക്ക് ഞാൻ പ്രാപ്തനാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ലോക ഫുട്ബോൾ കണ്ട ഇതിഹാസങ്ങളുടെ ഇതിഹാസമാണ് ലിയോ. ഈ ഭൂമിയിൽ മനുഷ്യരാശി പല യുഗങ്ങൾ താണ്ടിയിട്ടും തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വന്ന് ജനിച്ചതിന് നന്ദിയുണ്ട്. ഫുട്ബോളിൻ്റെ സൗന്ദര്യം പൂർണ്ണതയിൽ കാണിച്ചു തന്നതിന് നന്ദിയുണ്ട്. തോൽവികൾക്കും യാതനകൾക്കും അവസാനം ഒരു പുലരി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നതിന് നന്ദിയുണ്ട്. മെസ്സി വെറും ഒരു വിശ്വ ഫുട്ബോളർ മാത്രമാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. മെസ്സി നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഒരുപാട് യാതനകൾ നിറഞ്ഞ ഒരു ചെറുപ്പകാലം, അസുഖമെല്ലാം നമുക്കറിയാം. അതിനുശേഷം ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്ന് മികച്ച കളിക്കാരനായി മാറി ലോക ഫുട്ബോളിലെ രാജാവായതും നമുക്കറിയാം. പക്ഷേ മെസ്സി നേരിട്ട വെല്ലുവിളികളെ
തോൽവികളെ, പ്രതിസന്ധികളെ, വിമർശനങ്ങളെ നിങ്ങൾക്കറിയാമോ? എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവനെ പോലെ നിൽക്കേണ്ടി വന്ന ലിയോയെ നിങ്ങൾക്കറിയാമോ? 2014 വേൾഡ് കപ്പിലെ ഫൈനലിലെ തോൽവി, തുടർച്ചയായ കോപ്പ അമേരിക്ക ഫൈനലിലെ തോൽവികൾ അയാളെ വല്ലാതെ ഉലച്ചിരുന്നു. അതിനേക്കാളുപരി മാധ്യമങ്ങളിൽ നിന്നേറ്റ പ്രഹരങ്ങൾ. ലോകത്ത് മെസ്സി എതിർക്കുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ അയാളെ കളിയാക്കി വെറുമൊരു ക്ലബ്ബ് പ്രൊഡക്റ്റ് മാത്രമാണെന്ന് അവർ വാദിച്ചുകൊണ്ടേയിരുന്നു. തനിക്ക് അർജന്റീനയ്ക്ക് വേണ്ടി ഒരു കപ്പ് പോലും നേടാൻ കഴിയില്ലെന്ന് പതിയെ അയാളും മനസ്സിലാക്കി. 2016 തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. എന്നാൽ വീണ്ടും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും അദ്ദേഹം വിധേയനാക്കപ്പെട്ടു. ജീവിതത്തിലെല്ലാം നേടിയിട്ടും മികച്ച കളിക്കാരനായിട്ടുകൂടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ വീണുപോയവരുടെ കൂടെ ലിയോ എന്ന പേരും അവർ എഴുതി ചേർത്തു. ആ തോൽവിയുടെ പടുകുഴിയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ലിയോ ഉയർന്നു വരുമെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കോടാനുകോടി ജനങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് സ്കളോണി നിറച്ച പോസിറ്റീവ് എനർജിയുള്ള പുതിയൊരു മെസ്സിയെയായിരുന്നു. കൂടെ മെസ്സിക്ക് വേണ്ടി ചാവാൻ തയ്യാറായ പടയാളികളും ചേർന്നപ്പോൾ 4 കിരീടങ്ങൾ നേടി. എന്നിട്ടും നിങ്ങൾ ലോകകപ്പിന്റെ പേരിൽ അയാളെ കളിയാക്കിയിരുന്നു. ഇതാണ് അവസാന ചാൻസ് എന്നും പറഞ്ഞ് അപ്രാപ്യമെന്ന് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിച്ചു. ഒടുവിൽ 2022 ലോകകപ്പും അയാൾ നേടുന്നുണ്ട്. സൗദിക്കെതിരെ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചു, ഗ്രൂപ്പ് ഘട്ടത്തിനപ്പുറം ഈ ടീം എവിടെയും എത്തില്ല എന്ന്. എല്ലാ വെല്ലുവിളികളും വിമർശനങ്ങളും തരണം ചെയ്ത് അവനും പടയാളികളും ഫൈനൽ വരെ എത്തി. മരണം വരെ പോരാടാനുറച്ചൊരു പടക്ക് മുമ്പിൽ ഫ്രഞ്ച് പട നിഷ്പ്രഭരായി. തുടരെ 2 ഗോളുകൾ വല തുളച്ചു. അർജന്റീന ജയമുറപ്പിച്ചു. ദൈവപുത്രത്തിനുമേൽ ദൈവം അനുഗ്രഹത്താൽ പെയ്തിറങ്ങി. ഈ ഒരു അനായാസ വിജയം അയാൾക്ക് അത്രമേൽ പരീക്ഷണം കൊടുത്തതുകൊണ്ട് ദൈവം സമ്മാനിച്ചതാകുമെന്ന് ലോകം വിശ്വസിച്ചു. ആ വിശ്വാസം ഭേദിച്ചുകൊണ്ട് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഫ്രാൻസിന്റെ 2 ഗോളുകൾ വരുന്നു. ലോകം മൊത്തം നീട്ടി. അയാൾ വീണ്ടും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലുസൈൽ സ്റ്റേഡിയത്തിൽ മെസ്സിയുടെ കണ്ണീരിന് വേണ്ടി ശത്രുക്കൾ ആക്രോശിച്ചു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. ഫ്രാൻസും എംബാപ്പയും ഉയർത്തെഴുന്നേറ്റ് ആഞ്ഞടിച്ചു. അർജന്റീനിയൻ പടയാളികളും തോൽക്കാൻ മനസ്സില്ലാതെ പോരാടിക്കൊണ്ടേയിരുന്നു. എല്ലാം നിസ്സാരമാക്കിയിരുന്ന അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. വീണ്ടും മെസ്സിയുടെ ഗോൾ. അർജന്റീന വീണ്ടും കപ്പിലേക്ക് അടുക്കുന്നു. ലോകമെങ്ങും ആഘോഷങ്ങൾ അണപ്പൊട്ടിയൊഴുകി. ഇനി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ മെസ്സിത ലോക ചാമ്പ്യന്മാരെന്ന് എല്ലാവരും ഊട്ടിയുറപ്പിച്ചു. ഇത്തവണ വീണ്ടും നിർഭാഗ്യം വില്ലനായി ആക്സിഡന്റൽ ഹാൻഡ്ബോൾ റെഫറി പെനാൽറ്റി അനുവദിക്കുന്നു. സ്കോർ ബോർഡിൽ 3-3. ആ സമയം മെസ്സി എന്താകും ചിന്തിച്ചു കാണുക? അതെ, ഞാനൊരു ദുരന്ത നായകൻ തന്നെയാണ്. പക്ഷേ ഷൂട്ടൗട്ടിൽ എമി രക്ഷകനായി അവതരിച്ചു. ഒരു ജനതയുടെ സ്വപ്നം അയാൾ ചുമലിലേറ്റി. അർജന്റീന ലോക ചാമ്പ്യന്മാരായി. മെസ്സി ലോകകപ്പിൽ മുത്തമിട്ടു. ആരാധകർ ധന്യരായി. അത്രമേൽ സ്നേഹിക്കപ്പെടുന്നത് കൊണ്ട് വീണ്ടും 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 ദൈവം അയാളെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അന്നും അനായാസ വിജയത്തിൽ നിന്നും അവസാനം വരെയും പോരാടിച്ചു. പക്ഷേ തോറ്റുകൊടുക്കാൻ മെസ്സി ഒരിക്കലും തയ്യാറല്ലായിരുന്നു. ഒടുവിൽ അർഹിച്ച വിജയം നേടി. ലോക കിരീടത്തിൽ മുത്തമിട്ടു. എല്ലാം തികഞ്ഞ വിശ്വ ഫുട്ബോളറായി. ഇന്നിതാ അയാൾ ഒരിക്കൽ കൂടി രണ്ടും കൽപ്പിച്ച് 2026 ലോകകപ്പ് മൈതാനങ്ങളിൽ നിറഞ്ഞാടുകയാണ്. അൾജീരിയക്കെതിരെയും ഓസ്ട്രിയക്കെതിരെയും ജോർദാനെതിരെയും കഴിഞ്ഞ മത്സരത്തിൽ കേപ്പ് അയാളുടെ പ്രകടനം നിങ്ങൾ കണ്ടതല്ലേ? അയാളും അർജന്റീനയും അപരാജിതരായി കുതിക്കുകയാണ്. ഇന്നിതാ ഈജിപ്തിനെയും തകർത്ത് മെസ്സിയും അർജന്റീനയും വിശ്വപോരാട്ടത്തിന്റെ ക്വാർട്ടറിലേക്ക് നടന്നെടുക്കുകയാണ്. ഇനി എന്തെല്ലാം അയാൾ കരുതി വെച്ചേക്കുക, നിങ്ങൾ കാത്തിരുന്നു.